ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 6 ശ്ലോകം 8. ശ്രോണിസ്ഥലം മൃഗഗണാ പദയോർനഗാസ്തേ അസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനന്തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേതേ. ശ്രോണിസ്ഥലം മൃഗഗണാഃ പദയോഃ നഗാഃ തേ അസ്തി ഉഷ്ട്രസൈന്ധവമുഖാ ഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദന അബ്ജബാഹു ചാരു ഊരു യുഗ്മചരണം കരുണാംബുദേ തേ. ശ്രോണിസ്ഥലം മൃഗഗണാ പദയോർനഗാസ്തേ അസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനന്തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേ തേ. തേ അവിടുത്തെ, അതായത് നെന്തിരുവടിയുടെ ശ്രോണിസ്ഥലം അരക്കെട്ടിൻ്റെ പിൻഭാഗം മൃഗഗണാഹ മൃഗഗണങ്ങളും പദയോഹോ നഗാഹ കാൽനഖങ്ങൾ അസ്ത്യുഷ്ട്ര സൈന്ധവമുഖാഹ അസ്ഥി പറയുമ്പോൾ ആന, ഉഷ്ട്ര ഒട്ടകം, സൈന്ധവമുഖാഹ കുതിര മുതലായവയും ഗമനം തു കാലഹ സഞ്ചാരം കാലവുമാകുന്നു. ഏ കരുണാംബുദേ, അലയോ ദയാസമുദ്രമേ, തേ അങ്ങയുടെ മദനാബ്ജ മുഖവും ബാഹു കൈകളും ചാരൂരു തുടകളും യുഗ്മചരണം പാദങ്ങളും വിപ്രാതിവർണഭവനം ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും ഭവനം ഉത്ഭവസ്ഥാനം ആകുന്നു. നെന്തിരുവടിയുടെ അരക്കെട്ടിൻ്റെ പിൻഭാഗം മൃഗഗണങ്ങളും കാൽനഖങ്ങൾ ആന, ഒട്ടകം, കുതിര മുതലായവയും സഞ്ചാരം കാലവുമാകുന്നു. അലയോ ദയാസമുദ്രമേ, അങ്ങയുടെ മുഖവും കൈകളും തുടകളും പാദങ്ങളും ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും ഉത്ഭവസ്ഥാനവും ആകുന്നു. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃതഃ ഊരു തദസ്യ യത് വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്നാണ് ശ്രുതി. ശ്രോണിസ്ഥലം മൃഗഗണാ പദയോർനഗാസ്തേ അസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനന്തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേ തേ. ശ്രോണിസ്ഥലം മൃഗഗണാ പദയോർനഗാസ്തേ അസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനന്തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേ തേ. ശ്രോണിസ്ഥലം മൃഗഗണാ പദയോർനഗാസ്തേ അസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനന്തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേ തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.